എന്നാണ് വീട്ടിൽ അറിയപ്പെടുന്നത്. രാജു എന്ന പേരിലാണ്. എൻ്റെ സ്വദേശം തിരുവല്ലായിക്കടുത്ത് വേങ്ങൽ എന്ന ഗ്രാമമാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ചെമ്പരത്തിമൂട്ടിൽ CT വർഗീസ്, അല്ലെങ്കിൽ കുഞ്ഞൂട്ടി എന്നറിയപ്പെടും. മദർ അമ്മയുടെ പേര് ഏലിയാമ്മ വർഗീസ്, നരണം മട്ടയ്ക്കൽ കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, രണ്ടുപേരും മരിച്ചുപോയി. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം വേങ്ങൽ MTLP സ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം MGM ഹൈസ്കൂളിലായിരുന്നു, തിരുവല്ല MGM ഹൈസ്കൂളിലായിരുന്നു. പിന്നീട് കൂടുതൽ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ബോംബെയിൽ വന്നു. CISFലാണ് എൻ്റെ ജോലി തുടങ്ങിയത്. ഞാൻ കങ്ങഴ വയലിങ്കൽ പാറയ്ക്കൽ ശ്രീ ബെഞ്ചമിൻ്റെയും രാജമ്മ ബെഞ്ചമിൻ്റെയും രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. രണ്ടാമത്തെ മകളായിട്ട് കങ്ങഴയിലാണ് എൻ്റെ ജനനം. എൻ്റെ പിതാവ് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് പല പല സ്കൂളുകളിലായിട്ടായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടന്നിട്ടുള്ളത്. അത് വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റ് മുതൽ ആരംഭിച്ച് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് എൻ്റെ ഡിഗ്രി ബിരുദ സമ്പാദനം ഞാൻ നേടിയിരിക്കുന്നത്. അപ്പോൾ ആ കങ്ങഴയുടെ ഭൂപ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു സ്ഥലം. അതായത് കിഴക്കിൻ്റെയും ആ ഭൂപ്രകൃതിയും വളരെ പച്ചിപ്പുള്ള ഒരു സ്ഥലം, റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് പാറയും ഇടയ്ക്കിടയ്ക്ക് തോടുകൾ ഒഴുകുന്നതും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ആണ്, ഒരു കൂട്ടുകുടുംബത്തിലാണ്. എൻ്റെ പിതാവിന് 9 സഹോദരങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പാറയ്ക്കൽ കുട്ടി എന്നറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൽ അവരുടെയൊക്കെ പരിലാളനകളേറ്റാണ് ഞങ്ങൾ വളർന്നത്. വളരെ സജീവമായിട്ട് വളരെ ആത്മബന്ധവും ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കസിൻസുമായിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്നു. അത് കഴിഞ്ഞ് ബിരുദം സമ്പാദിച്ചതിന് ശേഷം എൻ്റെ വിവാഹം ചെമ്പരത്തിമൂട്ടിൽ ശ്രീ അയ്യപ്പുമായിട്ട് നടക്കുകയും അതും ഒരു ട്രാൻസ്ഫറബിൾ സർവീസിലായിരുന്നു അദ്ദേഹം CISFൽ. അത് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ഔദ്യോഗികപരമായ കാര്യങ്ങളാൽ സഞ്ചരിക്കാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ്. കാരണം ഈ രാജ്യത്തിലെ പലതരം ജീവിത രീതികളെയും പല ആചാരങ്ങളും ആഹാര രീതികളും പലയിടം ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ ഇടയായി. വളരെ രസകരമായ പല സംഭവങ്ങളിൽ കൂടെ ആദ്യമായിട്ട് കേരളത്തിലെ ആ ചെറിയ ഗ്രാമത്തിലും അതിനോട് ചുറ്റിപ്പറ്റി ചങ്ങനാശ്ശേരിയുടെ ചുറ്റും പറ്റി മാത്രം അറിയുന്ന ഒരാൾ ഞാൻ പെട്ടെന്ന് മദ്രാസിലേക്ക് പരിചയപ്പെടുകയാണ് ചെയ്തത്. അവിടെ വെച്ച് തമിഴ് അടുത്തുള്ളവരെല്ലാം തമിഴരാണ്. അപ്പോൾ നമുക്ക് ഭാഷയിൽ വളരെ പല സാധനങ്ങളെയും ആംഗ്യഭാഷ ഉപയോഗിച്ച് തന്നെ തുടക്കത്തിൽ മനസ്സിലാക്കാൻ ആവശ്യമായിരുന്നു. പിന്നീട് ആ ഭാഷയിൽ കുറച്ച് പ്രാവീണ്യമൊക്കെ നേടി സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാനും ഒക്കെ സാധിച്ചു. അവിടെ ഒരു നല്ല ബന്ധമുള്ള അയൽക്കാരും നല്ലൊരു രീതിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കൊച്ചിയിലേക്ക് കടന്നു വരുന്നു. കൊച്ചിയിലെയും പുതിയ ഒരു അന്തരീക്ഷം, പുതിയ അയൽക്കാർ, വിവിധ ഹിന്ദിക്കാരുണ്ട്. കാരണം ഇങ്ങനെ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ബോംബെയിലേക്ക് വരികയും അവിടെ ഞങ്ങളങ്ങ് സെറ്റിലാകുകയും ചെയ്തു. ഇതിനോടകം അദ്ദേഹം ജോലി സംബന്ധമായിട്ട് ഡൽഹി, ഗുജറാത്ത് മുതൽ പല പല സംസ്ഥാനങ്ങളിലേക്ക് പോവും. അപ്പോഴൊക്കെ ഞങ്ങൾ ബിലായി ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൂടെ പോവുകയും അവിടുത്തെയൊക്കെ ഫ്രണ്ട്സുമായിട്ട് കാണുകയും അവരുടെ ജീവിത രീതി, ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ബോംബെയിൽ ഞങ്ങൾ RCFലാണ് തുടക്കം. അപ്പോൾ വളരെ വ്യത്യസ്തം, നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിൽ ഒരു കോളനി ലൈഫാണ്. ആ കോളനിയിൽ എല്ലാവരും ഉണ്ട്. ബീഹാരികളുണ്ട്, പഞ്ചാബികളുണ്ട്, നമ്മൾ മദ്രാസികളെന്ന് അന്നത്തെ കാലത്ത് ആൾക്കാരറിയപ്പെടുന്ന നമ്മളെപ്പോലുള്ള 1-2 ഫാമിലിക്കാരുണ്ട്. കോളനിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു കോളനി എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആൾക്കാർ മാത്രം താമസിക്കുന്ന നിരവധി ഫാമിലികൾ, അവരുടെ ഒത്തുകൂടലുകൾ, ഹോളി, അങ്ങനെയുള്ള ഈ ഹിന്ദിക്കാരുടെ എല്ലാ ആചാരങ്ങളും പൂജകളും
മഹാരാഷ്ട്രയിലാകുമ്പം ഗണപതി ഫെസ്റ്റിവൽ പോലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. അതൊക്കെ വളരെ കൗതുകപൂർവ്വം അതിൻ്റെയൊക്കെ ഉത്ഭവങ്ങൾ അറിയാനും അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് തുടക്കത്തിൽ വളരെ ഒരു ഹരമാണ്. കാരണം നമുക്ക് അവിടെ വളരെ കുറച്ച് ആചാരങ്ങളും ഇങ്ങനെയുള്ള ഉത്സവങ്ങളും കുറച്ചാണല്ലോ ഉള്ളത്. ക്രിസ്മസോ അല്ലെങ്കിൽ ഓണമോ ഒക്കെ നമ്മുടെ നാട്ടിൽ ആ കാലത്ത് നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹോളി കണ്ടത് തന്നെ വലിയൊരു അത്ഭുതം. പിന്നെ ഗണപതി ഫെസ്റ്റിവലായി, ഗണപതി പൂജയായി, അങ്ങനെ സരസ്വതി പൂജ വെക്കുന്നു. ഇങ്ങനെ ഓരോരോ എടുത്തു പറയത്തക്ക എല്ലാ മാസത്തിലും മകരസംക്രാന്തി ജനുവരിയിൽ തുടങ്ങിയാലേ അങ്ങ് ഡിസംബർ വരെ നമുക്ക് ഉത്സവങ്ങളുണ്ട്. അതേസമയം തന്നെ ഞങ്ങളുടെ ചർച്ചും, ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിഭാഗക്കാരാണ്. ചെമ്പൂർ പള്ളിയിലാണ് ഓർത്തഡോക്സ് പള്ളിയുണ്ട്, വളരെ മഹത്തായ ഒരു പള്ളി. ആ പള്ളിയിൽ ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ കരോളുകൾ ഒക്കെ നാട്ടിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് പ്രാക്ടീസും, ആൾക്കാർ ഒന്നിച്ച് കരോളിന് പോവുകയും ഭവന സന്ദർശനവും, പിന്നെ മാസത്തിൽ വീട്ടുപ്രാർത്ഥന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് സംഭവിച്ചു. ആ കാലയളവിൽ ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി സമ്പാദിച്ചു. അതും മലയാള സമാജം, ചെമ്പൂർ മലയാള സമാജത്തിൻ്റെ സ്കൂളാണ്. മലയാളി സംസ്കാരം ബോംബെ പോലുള്ള ഒരു പട്ടണത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മലയാളി സംഘടന. മലയാളി സംഘടനകൾ ബോംബെയിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ രംഗങ്ങളിലും, സാമുദായികവും സാംസ്കാരികവും എല്ലാ രംഗങ്ങളിലും അവരുടെ ഒരു വ്യക്തിമുദ്ര കാണിച്ച ഒരു സംഘടനയാണ്. കാരണം ആ സംഘടനയ്ക്കൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നീണ്ടകാലം സേവനം അനുഷ്ഠിക്കാൻ എനിക്ക് ഇടയായി. അത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് വരുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില അടിസ്ഥാന കാര്യങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നിർബന്ധമായ ഒരു ആഹാരമാണ്. അവരൊക്കെ അതിന് അധികം ആൾക്കാരും വലിയ ഊന്നൽ കൊടുക്കാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുവാൻ ഞങ്ങളെപ്പോലുള്ള ടീച്ചർമാർക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ന്യൂ ബോംബെയിലാണ് സെറ്റിൽഡായിരിക്കുന്നത്. സീവുഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. സോ ഞങ്ങൾ വാഷി പള്ളിയിലെ ഓർത്തഡോക്സ് ചർച്ചിലെ സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. പിന്നെ വീണ്ടും ഞങ്ങൾക്ക് നല്ല സജീവമായ മലയാളി സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, എല്ലാ ആചാരങ്ങളും വളരെ വളരെ വിപുലമായ രീതിയിൽ, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെ ഉള്ള നാള്. ബോംബെ വളരെ സുന്ദരമായ ഒരു ദേശമാണ്. ബോംബെയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഈ രാജ്യത്തിലുള്ള, ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മഹാനഗരമാണ് ബോംബെ. ബോംബെയെ പറ്റി അറ്റ്ലീസ്റ്റ് പഴയ കാലത്തെങ്കിലും ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അയ്യോ ബോംബെ പോകുകയെന്ന് പറഞ്ഞാൽ എന്തോ ആപത്താണ്. പക്ഷേ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലം, സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന ഒരു സ്ഥലമാണ്. എല്ലാത്തരം ആൾക്കാർക്കും, തീരെ താഴ്ന്ന വരുമാനമുള്ള ആൾക്കാർ മുതൽ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള റിലയൻസ് ഉടമസ്ഥർ മുതലുള്ള ആൾക്കാർക്ക് താമസിക്കാൻ ഉള്ള വേദി ഒരുക്കാൻ പറ്റുന്ന ഒരു നഗരം. ആ നഗരത്തിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത്. ഞങ്ങൾ അവിടെ തന്നെ തുടരാനാണ് ആഗ്രഹം. അത് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ കഴിയും. പിന്നെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഒരു മകനും ഒരു മകളും. മകനാണ് ഇവിടെ ഉള്ളത്, ഹൂസ്റ്റണിലുള്ളത്. മകൾ ദുബൈയിലാണ്. രണ്ട് പേർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. താങ്ക് യു. കമ്മിങ് ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, അമ്മമ്മ അസംഷനിലും ജയൻ മഠം തിരുവല്ല. അന്നത്തെ ഓർമ്മകൾ, കോളേജ് ലൈഫിൽ സാറുമാരെ പറ്റി 2 വാക്ക്, പഠിച്ച വിഷയം. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം തിരുവല്ലയിലായിരുന്നെങ്കിലും ഞാൻ പ്രൈവറ്റ് സ്റ്റഡീസായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോളേജ് വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതലായിട്ട് പറയാനില്ല. എൻ്റെ സർവീസ് ലൈഫിനെ പറ്റി ഞാൻ വിപുലമായി പറയാം. അമ്മമ്മ ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് പഠിച്ചത്.
അസംഷൻ കോളേജ് എല്ലാ കാലത്തും. ഗ്രൂപ്പും വർഷം 1980 അല്ല 75 76 ഞാൻ പാസ് ഔട്ടാണ്. 76 അതിന് 5 വർഷം 72 5 77 1972 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അസംഷൻ കോളേജിലാണ് പഠിച്ചത്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഇന്നും വളരെ മഹിമയോടെ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ കഴിഞ്ഞ വർഷം പോയപ്പം ആ സ്കൂളിൽ കവാടത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു ചെല്ലുവാനും അതിൻ്റെ ആ മനോഹാരിതയും അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാനും ഒരവസരം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ എൻ്റെ പഴയ സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ ആ കോളേജിൽ പോയി പഴയ ഇരുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്നു. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ കുട്ടികളായതുകൊണ്ട് നമുക്ക് ഒളിച്ച് ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ പതുക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ള കാലമാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്ന് ഇപ്പോൾ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. എന്തായാലും ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം പുതിയ തലമുറയിലുള്ള ടീച്ചേഴ്സാണ്. അന്നത്തെ ഞങ്ങൾ പഠിപ്പിച്ച കാലത്തുള്ള ടീച്ചേഴ്സ് ആരുമില്ലായിരുന്നു. പക്ഷേ അവിടെ എല്ലാം പോയി കണ്ടു. അതിൽ ഒരു വലിയ സംഭവം ഉണ്ടായത്, ഞാൻ BAക്ക് പഠിപ്പിക്കുമ്പം എന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ഡൊമിനീഷ്യ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഇപ്പോഴും അവിടെ ഉണ്ട്. സിസ്റ്റർ ഇപ്പോൾ അവിടെ റിട്ടയേർഡായിട്ട് വാർഡനായിട്ടിരിക്കുന്ന സിസ്റ്ററിനെ പോയി കണ്ടു. സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട വലിയമ്മമാർ അവരുടെ സ്റ്റുഡൻസായിട്ട് ഞങ്ങൾ കാണാൻ ചെന്നു. ഞങ്ങൾ 3 പേര് കൂടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി സിസ്റ്റർ സ്വീകരിക്കുകയും ഞങ്ങൾ പഴയ കാലമൊക്കെ ഓർക്കുകയും ചെയ്തു. ഞാൻ ഇക്കണോമിക്സ് മെയിൻ എടുത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങഴിൽ നിന്ന് ബസ്സിലായിരുന്നു യാത്ര. കുറച്ച് നാൾ വരുന്നു, കുറേ നാൾ ഹോസ്റ്റലിലും 3-4 വർഷം ഹോസ്റ്റലിലും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ എഴുന്നേറ്റോ? എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന CISFലാണ്. അത് CISFൻ്റെ തുടക്കകാലത്തിലാണ് ഞാൻ CISF ചേരുന്നത്. അതുകൊണ്ട് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. CISFൻ്റെ ഏറ്റവും പ്രശ്നബാധിത പ്രദേശങ്ങളായ കൽക്കട്ട, ദുർഗാപൂർ, ആസാം മുതലായ സ്ഥലങ്ങളിലാണ് എൻ്റെ ആദ്യകാല സർവീസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൗത്ത് ഇന്ത്യയിൽ വരുന്നത്. പിന്നീട് സൗത്ത് ഇന്ത്യയിൽ 2-3 യൂണിറ്റിൽ സർവീസ് ചെയ്തതിന് ശേഷമാണ് ബോംബെയിൽ വരുന്നത്. ബോംബെയിൽ നിന്നും പല യൂണിറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്, സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ധാരാളം മൂവ്മെൻ്റ് ഉണ്ടായെങ്കിലും അതോടൊപ്പം തന്നെ എനിക്ക് സർവീസ് ലൈഫിൽ പുരോഗതികളും കൈവരിച്ചു. ഞാൻ 1987 ഒരു ബറ്റാലിയൻ റേസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഡ്യൂട്ടി എന്നെ CISF ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം 9 ബറ്റാലിയൻ CISFൻ്റെ 9ാമത്തെ ബറ്റാലിയൻ ഭിലായിൽ റേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്ക് കിട്ടി. അത് ഞാൻ വളരെ കൃത്യമായി നിർവഹിച്ചു. അതുകൊണ്ട് എനിക്ക് അടുത്ത ഒരു നല്ല പോസ്റ്റിംഗ് തന്നു ഗുജറാത്ത് റിഫൈനറിയിൽ. പിന്നെ അവിടെ നിന്നും ISRO തുമ്പയിലും പിന്നീട് വീണ്ടും ബോംബെയിലും ഒക്കെ സെർവ് ചെയ്യാൻ ഇടയായി. ഈ എൻ്റെ സർവീസ് ലൈഫിൽ എനിക്ക് പല വലിയ ദീർഘവീക്ഷണമുള്ള ഓഫീസർമാരുടെ കൂടെ സർവീസ് ചെയ്യാനും, അതായത് തുടക്കകാലത്തിലും അത് കഴിഞ്ഞും അവസരം കിട്ടി. അതൊക്കെ എന്നെ ഇന്നത്തെ ഈ മനുഷ്യനാക്കി മാറ്റിയത് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം CISF ആണ്. അതിലെ ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഒന്ന് ഞാൻ പേര് പറയാൻ ഇതാണ്, OP ബാലി, മഹാരാഷ്ട്ര കാഡർ IPS ഓഫീസറാണ്. ശങ്കാരി, SM ശങ്കാരി, ശിവമോഹൻ ശങ്കാരി എന്നറിയപ്പെടുന്ന അദ്ദേഹം മഹാരാഷ്ട്ര കാഡർ ഓഫീസർ. അതേപോലെ പല വലിയ പണ്ഡിറ്റ് ഗൗതം ഘോഷ് ഡൽഹിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ മിസ്റ്റർ ആനന്ദറാം IPS ഡയറക്ടർ ജനറൽ ഓഫ് CISF ഇവരുടെയൊക്കെ ദീർഘവീക്ഷണത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പടിപടിയായ ഉയർച്ച ഉണ്ടായി.
ഇന്ന് ഞാനൊരു CSFൻ്റെ സീനിയർ കമാൻഡൻ്റ് എന്ന നിലയിൽ 2008 റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ഇതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉൾക്കൊള്ളാറുണ്ട്. അദ്ദേഹം പോലീസ് മെഡൽ മെറിറ്റോറിയസ് സർവീസിന് 1990 എനിക്ക് പോലീസ് മെഡൽ ഫോർ മെറിറ്റോറിയസ് സർവീസും കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാൻ പല കാര്യങ്ങളുണ്ടെങ്കിലും ബിലായിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ബിലായിൽ ഏതാണ്ട് 2 വർഷത്തോളം. 2 വർഷം. എല്ലായിടത്തും ഈ 2 വർഷമാണ്. 3 വർഷമാണ് ഞങ്ങളുടെ സർവീസ് ടെന്യൂർ. പക്ഷെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ചിലപ്പോൾ 5 വർഷമാവും, ചിലർക്ക് 2 വർഷമാവും, ചിലപ്പോൾ 1 വർഷം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേരൻസ് പരേതനായ വൈലിങ്കൽ ബെഞ്ചമിൻ, V. ബെഞ്ചമിൻ. അമ്മയുടെ പേര് രാജമ്മ ബെഞ്ചമിൻ. പപ്പ പല സ്ഥലത്ത് ഔദ്യോഗികമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന വളരെ സാധാരണമായ ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ. എൻ്റെ സഹോദരങ്ങൾ ഇവിടെ നിൽക്കണേ. ഓക്കെ, ഫ്രെയിമിൽ നിന്ന് മാറാതിരിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് മാറുന്നത് കുഴപ്പമില്ല. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ കങ്ങഴ വയലിങ്കൽ പരേതനായ ശ്രീ V. ബെഞ്ചമിൻ്റെ രാജമ്മ ബെഞ്ചമിൻ്റെയും മകളാണ്. എനിക്ക് 3 സഹോദരങ്ങളാണ്. എൻ്റെ അനുജത്തി തോലശ്ശേരി ശ്രീമതി ഷീല തോമസ്. എൻ്റെ 2 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. ഒരാൾ ഷാർജയിലാണ്, ഒരാൾ നാട്ടിലാണ്. മൂത്ത ബ്രദർ നാട്ടിൽ ഗൾഫിൽ നിന്നും വിരമിച്ച് നാട്ടിൽ വന്ന് ജീവിക്കുന്നു. ഇളയ ബ്രദർ ഗൾഫിൽ തന്നെയാണ്. പിന്നെ അമേരിക്കയിലേക്ക് വരാനുള്ള കാരണം ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മകൾ ദുബൈയിലും മകനാണ് ഇവിടെ സൂരജ്. അവന് ഡെപ്യൂട്ടേഷനിലാണ് ഗ്ലോബൽ ഗെയിലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെ ഹൂസ്റ്റനൊക്കെ ഒന്ന് കാണാനും സന്ദർശിക്കാനുമായിട്ട് അവനെ ഇൻവൈറ്റ് ചെയ്തു. അതിൻ്റെ ഫോർമാലിറ്റികളെല്ലാം അവൻ തന്നെയാണ് പൂർത്തിയാക്കിയത്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവന് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അവൻ്റെ ജോലിയുടെ അവൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ അവൻ കൊടുത്തു. അതനുസരിച്ച് ഞങ്ങളെ ഡൽഹിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ വളരെ സുഗമമായിരുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾ പോയി എല്ലാം കണ്ടു കേട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഒന്നാമത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അമേരിക്കനിലേക്ക് കടന്നു വരുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടില്ല. അവരത് എടുത്ത് ചോദിച്ചിരുന്നു, അമേരിക്കയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എങ്കിൽ പോയിക്കോളും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ സുഗമമായിട്ട് അത് നടന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് ഞങ്ങൾ 2 പേരും കൂടി വരികയായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ ഇവിടെ നിന്നു. 3 മാസം ഇപ്പം ഇവിടെ പൂർത്തിയാക്കി തിരിച്ചു പോകാൻ പോകുന്നു. ഈ സുന്ദരമായ ദേശം കാണാനും ഇത് തികച്ചും വ്യത്യസ്തമായ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും സംസ്കാരവും ഒക്കെയാണല്ലോ. അതെല്ലാവരും കാണാനും മനസ്സിലാക്കാനും കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ പള്ളിയിൽ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും നമ്മളെ സ്വീകരിച്ച അനേകം ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, ഒത്തിരി കൂട്ടുകാരെ കിട്ടി, പുതിയ ആൾക്കാരെ കിട്ടി. അവരെല്ലാവരും പരിചയപ്പെടുകയും വെൽക്കം ചെയ്യുകയും ചെയ്തു. ഞാൻ പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല, എങ്കിൽ തന്നെ പലരുടെയും ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചില വീടുകളിൽ പോകാനും അതും എല്ലാം കണ്ടു കേട്ട് വരാനും ഞങ്ങൾക്കിടയായി. ഇനി ഞങ്ങൾ തിരിച്ച് ബോംബെയിലേക്ക് കടന്നു പോവുകയാണ്. സാർ, ഇനി അമേരിക്കയിൽ സഞ്ചരിച്ച സ്ഥലങ്ങളെ പറ്റി ഒന്ന് പറയണേ. ഞാൻ എടുത്തോണ്ട് വരട്ടെ. ബോംബെയിലെ സ്കൂൾ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾ എനിക്ക് തോന്നുന്നു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നമ്മുടെ നാട്ടിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്തിനെക്കാട്ടിൽ കുറച്ചും കൂടെ നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്. കാരണം അവിടെ സമരം ഇല്ല, സ്കൂളിൽ സമരം അനുവദിച്ചിട്ടില്ല. അത് കാരണം കുട്ടികൾ നമ്മുടെ ശിക്ഷണത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ 10-16 വയസ്സ് ഉള്ള ആൺകുട്ടികളെ നിരവധി വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ താക്കീതുകൾ പാലിക്കാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പാലിച്ചു കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളാണ്. പിന്നെ അധികവും മാതാപിതാക്കൾ താഴ്ന്ന ജോലി ചെയ്യുന്നവരെ, അതായത് പലതരം ജോലികൾ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ഇരുത്തി പഠിപ്പിക്കാനോ ശ്രദ്ധിക്കാനോ സാധിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള പിള്ളേരെ എല്ലാം
ഭയങ്കര നമ്മൾ പറയുന്നതനുസരിച്ച് പിള്ളേരെ ഒതുങ്ങി നിൽക്കുകയും നല്ല ജീവിതത്തിൽ ശ്രമം കൈവരിക്കും. എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു പ്രധാന കാര്യം, ഫുൾ ടൈം മാതാപിതാക്കൾ കൂടിയിരുന്ന് പഠിപ്പിച്ച് എല്ലാ ജീവിത സൗകര്യങ്ങളും ഒത്താലേ ഉയർന്ന നിലയിലെത്തൂ എന്നുള്ള ധാരണ വളരെയധികം തിരുത്തപ്പെട്ടു. കാരണം ചെറിയ ചെറിയ വീടുകളിലാണ് അവിടെ ഉള്ള താഴ്ന്ന വരുമാനക്കാർ ഒരു റൂമിലൊക്കെ നിരവധി കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കളും ഒക്കെ താമസിക്കുന്ന 1-2 റൂമുകളുള്ള ചെറിയ വീടുകളിൽ നിന്ന് പോലും പിള്ളേർ പഠിച്ചിട്ട് നല്ല ഉന്നത വിജയം കൈവരിക്കാനും അവർ ഇന്ന് നല്ല പദവിയിൽ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉള്ള പോലുള്ള ജോലിയുള്ള പിള്ളേരെ അതിൽ നിന്ന് അങ്ങനെയുള്ള ലെവലിൽ നിന്നുള്ള കുട്ടികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് ഇന്നും അവരുടെ ടീച്ചേഴ്സിനെ കാണുമ്പോഴുള്ള ബഹുമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിള്ളേർ വഴിയിൽ നിന്ന് കാണുമ്പോൾ പോലും വലിയ വലിയ ആളുകളാണ്, ഇത് ആരാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ പിള്ളേർ ഓടി വന്ന് നമുക്ക് നമസ്കാരം പറയുകയും ടീച്ചേഴ്സിനെ പരിചയപ്പെടുകയും വളരെ ഭയഭക്തിയോടുകൂടിയാണ് അവർ ആ ദിവസങ്ങളെ ഓർക്കുന്നത്. ആ കാര്യത്തിൽ ബോംബെയിലെ സ്കൂൾ ജീവിതത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമായിട്ടാണ് ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. അവിടെ നല്ല തണുപ്പുണ്ടല്ലേ? കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നാളെ പോകേണ്ടി വരല്ലേ? കാരണം ഇച്ചിരി ലൈറ്റ് കുറഞ്ഞാലും ഉണ്ടല്ലോ, ഞങ്ങൾ നാളെ പോകേണ്ടതായുണ്ട്. അമ്മ കിടക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ എടുത്തോളാം. പൊതുവെ ഇവിടെ ലൈറ്റ് കുറവാണ്. ഇവിടെ അമേരിക്കയിലെ വീടുകളെല്ലാം അങ്ങനെ. ഞങ്ങളൊക്കെ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ്. ഏതാ? ഇല്ല, അതൊന്നും വരത്തില്ല. ഞാൻ ഈ ഭിത്തിയിലോട്ടാണ് എടുക്കുന്നത്. ഈ ഭിത്തിയിലോട്ട് ഇതിപ്പോ ഞങ്ങളങ്ങ് അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കളയേണ്ടതായിട്ടൊന്നും ഇല്ല. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അങ്ങോട്ട് എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത്. നിങ്ങൾ ആ ക്യാമറയുടെ അതേ തന്നെ നോക്കണം. എന്നാന്നറിയോ, വീഡിയോ വരുമ്പോഴേ അല്ലെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നതൊക്കെ കാണാവേ. അപ്പം എപ്പോഴും ഈ ക്യാമറയുടെ ഈ ഫ്രെയിമിലോട്ട് തന്നെ നോക്കി പറയണേ. അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ചോ, അല്ലെങ്കിൽ ഇല്ല. ഇനി നിങ്ങൾ കണ്ട ബോംബെ, നിങ്ങൾ കണ്ട അമേരിക്ക, ഇതൊക്കെ കണ്ട അമേരിക്കയെ പറ്റി പറയാം. ഇപ്പം വരും. ടൂറിസ്റ്റായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ടൂറിസ്റ്റായിട്ട് വന്നത് മുംബൈയിൽ നിന്നും ഖത്തർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ ദോഹയിൽ വന്നിറങ്ങി അവിടുന്ന് പ്ലെയിൻ മാറി കയറി ബുഷ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൂസ്റ്റണിലാണ് വന്നിറങ്ങിയത്. അവിടെ നിന്നും ഞങ്ങളുടെ മകൻ റിസീവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളും കാണാനായിട്ട് പോയി. ഈ പോയ സ്ഥലങ്ങളാണ് ഒന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിൽപ്പെട്ട നയാഗ്ര, പിന്നെ നോർത്ത് കരോലിന, ടെനസി, സ്മോക്കി മൗണ്ടൻ, ഇങ്ങനെ ചെറോക്കി, ഇങ്ങനെ പല സ്ഥലങ്ങളും കണ്ടു. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ലൈഫും അമേരിക്കയിലെ ലൈഫുമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ മലയാളികളായ മനുഷ്യർ ഇപ്പോഴും ആ മലയാളത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ ഹൂസ്റ്റണിൽ താമസിക്കുന്നത്. മിക്കവരും അതും പള്ളിയോട് വളരെ അടുത്ത് ഇടപെട്ട് ജീവിക്കുന്നു. ക്രിസ്തീയ മാർഗത്തിലാണ് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ കണ്ടത്. പിന്നീട് ഈ അമേരിക്കയിൽ യാത്ര ചെയ്തതൊക്കെ എങ്ങനെയായിരുന്നു? യാത്ര ഞങ്ങൾ ഇവിടെ നിന്നും ഫ്ലൈറ്റിലാണ് പോയത്. ദൂരെയുള്ള യാത്ര ഫ്ലൈറ്റിൽ പോയി. പിന്നെ അവിടെ നിന്നും കാർ വാടകയ്ക്കെടുത്ത് മകനാണ് ഓടിച്ചത്. പല സ്ഥലങ്ങളിലും പോയി അതെല്ലാം കണ്ടു. പക്ഷേ ഈ അമേരിക്കയിലെ ഹൈവേസാണ് ഏറ്റവും
അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ ഹൈവേസിനോട്, സ്റ്റേറ്റ് ഹൈവേസും ഇൻ്റർ സ്റ്റേറ്റ് ഹൈവേസും അത് വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതിനോട് ചേർന്ന് ഇൻഡസ്ട്രികളും ബിസിനസ് ഹബ്ബുകളും കണ്ടാൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതേ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് അമേരിക്കയിൽ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആൾക്കാരും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല ഈശ്വരവിശ്വാസത്തോടു കൂടി ജീവിക്കുന്നു. അത് കാണാൻ വളരെ സന്തോഷമുണ്ട്. കണ്ട് ഞങ്ങൾ നാളെ തിരിച്ചു പോകുകയാണ്. വളരെ നല്ല ഓർമ്മകളുമായിട്ടാണ് പോകുന്നത്. സ്ഥലപ്പേരുകളൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നൊന്നായിട്ട് പറയുന്നില്ല. നയാഗ്രയെ പറ്റി പറഞ്ഞു. ഇത് അറ്റ്ലാന്റ അല്ലേ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി? അല്ല, ന്യൂയോർക്കാണ്. ഇവിടെ ഈ ഓസ്റ്റിൻ ക്യാപിറ്റലും ഒക്കെ പറഞ്ഞു. നയാഗ്ര കാണാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റിന് പോന്നു. ഫ്ലൈറ്റിന് ചെന്ന് കുറഞ്ഞ അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ടാണ് എത്തിയത്. എങ്കിൽ തന്നെ ഞങ്ങൾ അവിടെ വരെ കാണാനൊന്ന് പോയി. നെക്സ്റ്റ് ഡേയിൽ വീണ്ടും വളരെ വിശദമായിട്ട് കാണാൻ പോയി. വളരെ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ നയാഗ്ര നേരിൽ കാണാൻ, പടത്തിൽ മാത്രം കണ്ടിട്ടുള്ള നയാഗ്ര നേരിൽ കാണാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. വളരെ പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്നല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. വെള്ളം ഇത്ര മനോഹരമായിട്ട് ഉള്ള ഒരു വെള്ളച്ചാട്ടം. അതിനകത്ത് ബോട്ട് യാത്ര എടുത്തിരുന്നു. ബോട്ട് യാത്ര അന്ന് വിലക്കിയേക്കായിരുന്നു. എങ്കിൽ തന്നെ ഞങ്ങൾ ആ താഴെ അടുത്ത് വരെ പോവുകയും അതെല്ലാം കാണാനും, അതുപോലെ ബസ്സിൽ 2 റൗണ്ട് അടിച്ച് അവിടെയൊക്കെ കാണാനായിട്ട് ലഭിച്ചത് വലിയൊരു അവസരമായിട്ട് കാണുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ ഓസ്റ്റിൻ കാണാൻ പോയി. അവിടെയും ഉള്ള ക്യാപിറ്റൽ ബിൽഡിംഗ് കാണുകയും അവിടുത്തെ ഗാർഡൻസ് എല്ലാം കണ്ടിട്ട് കടന്നു വന്നു. പിന്നെ സാൻ ആന്റോണി അവിടെയും പോയി. അവിടുത്തെ റിവർ വാക്സ് വളരെ വളരെ നല്ല ഒരു കാഴ്ചയായിട്ടായിരുന്നു. മകൻ്റെയും കുടുംബത്തിൻ്റെയും കൂടാണ് പോയത്. ഈ പ്രാവശ്യം ഞങ്ങൾ കാറയിലാണ് പോയത്. അവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്തു. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഉള്ള താമസം അത് താമസിക്കുകയും അവിടുന്ന് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസണായിരുന്നു. അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെ വളരെ ഭംഗിയുള്ള ഇലുമിനേഷൻ വർക്ക് കാണാനായിട്ട് സാധിച്ചു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ 2 ദിവസം താമസിച്ചിട്ട് ഞങ്ങൾ മടങ്ങിയെത്തി. ഇവിടെ റിവർ ഓഫ് സൊസൈറ്റി നല്ലത്. ഈ ടെസ്റ്റ് എഴുതിയാണ് CSF ജോലി കയറുന്നത്. ജോലി കയറിക്കഴിഞ്ഞ CSF ഞാനൊരു സബ് ഇൻസ്പെക്ടറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഓവർ ഇന്ത്യ സർവ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. ഈ അവസരങ്ങളെല്ലാം മുതൽക്കൂട്ടായിട്ടാണ് ഭവിച്ചത്. അതുകൊണ്ട് പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും പല ഇന്ത്യയിലെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ കൾച്ചർ മനസ്സിലാക്കാനും അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും എല്ലാം സാധിച്ചു. അതിൽ ഏറ്റവും നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും സർവീസിന് സാധ്യതയുണ്ടായിരുന്നത്. കാരണം കേരളത്തിൽ ഇൻഡസ്ട്രി ഇല്ല. സൗത്ത് ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രികൾ തീരെ കുറവായതുകൊണ്ട് കൂടുതൽ സർവീസും നമുക്ക് നോർത്ത് ഇന്ത്യയിലാണ് ചെയ്യാൻ പറ്റിയത്. അതെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു. റിട്ടയർഡ് ലൈഫാണിപ്പോൾ. സാറ് പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര തന്നെ. മഹാരാഷ്ട്ര ബോംബെ തന്നെയാണ്. മഹാരാഷ്ട്ര ബോംബെയാണ്. ശരി. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗുജറാത്ത് ഇൻഡസ്ട്രിയലി വളരെ അഡ്വാൻസ്ഡ് ആണ്. നല്ല വലിയ ഫാക്ടറികൾ ഒരുപാടുണ്ട്. ഗുജറാത്തിലെ മനുഷ്യർ വളരെ സമാധാനപ്രിയരാണ്. അവിടെ ഇവിടെയും ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ ഗുജറാത്ത് ഇൻഡസ്ട്രിയലി അഡ്വാൻസ്ഡ് ആണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയും അതേപോലെ തന്നെ. മധ്യപ്രദേശും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം നല്ലത് തന്നെയാണ്. ഇൻഡസ്ട്രി കൂടുതലുള്ള സ്ഥലങ്ങൾ മധ്യപ്രദേശിലെ, മഹാരാഷ്ട്രയിലെ, ഗുജറാത്തിലെ ആണ് ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതലുള്ളത്. അവിടെല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടെ സമരം വളരെ കുറവാണ്. സമരം ഉണ്ടെങ്കിൽ തന്നെ
വളരെ പീസ്ഫുൾ വേയിലാണ്, അല്ലാതെ അഗ്രസീവ് സമരങ്ങളൊന്നും അവിടെയില്ല. അമ്മാമയ്ക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനം ഏതാ? എനിക്കിഷ്ടപ്പെട്ടത് ബോംബെ. ബോംബെ സിറ്റി തന്നെയാണ്. സിറ്റി ബോംബെ എന്നുള്ള സ്ഥലം. കാരണം നമുക്ക് പരിചയമുള്ളിടത്തേ അല്ലേ നമുക്ക് ഇഷ്ടപ്പെടാനൊക്കത്തുള്ളൂ. പരിചയം നമ്മൾ ജീവിച്ച് പരിചയപ്പെട്ടതിൽ ഞാൻ ഡൽഹി ജീവിച്ചിട്ടുണ്ട് വർഷങ്ങളോളം. പിന്നെ കേരളമാണല്ലോ നമ്മുടെ മാതൃ സംസ്ഥാനം, അവിടെ ഉണ്ട്. പിന്നെ ബറോഡ, അങ്ങനെ ഭിലായ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് ബോംബെ, എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അല്ലെ എനിക്കിഷ്ടപ്പെട്ടത് ബോംബെയാണ്. ഒന്നാമത് അവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ കേരളത്തിനോട് ഏകദേശം സാദൃശ്യമുള്ള ക്ലൈമറ്റ്. അതികഠിനമായ ശൈത്യമോ അതികഠിനമായ ചൂടോ ഇല്ല. പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സിറ്റി. അതാണ് ബോംബെയുടെ ഏറ്റവും വലിയ ഒരു ചുരുക്കെഴുത്ത് കൊടുക്കാവുന്നത്. കാരണം ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരാളിനെ മുതൽ ഏറ്റവും ഉയർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരായ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന സിറ്റി. അവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരിടം ആ സിറ്റിയിലുണ്ട്. പിന്നെ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്രെയിൻസ്, ഇലക്ട്രിക് ട്രെയിൻ, അത് ഈ എല്ലാ ആൾക്കാരെയും സമയാസമയങ്ങളിൽ അത് കൊണ്ടെത്തിക്കുന്നതിൽ ആ ട്രെയിൻ സർവീസ് ഭയങ്കര വലിയൊരു സേവനമാണ് നടത്തുന്നത്. അതുപോലെ വലിയൊരു നെറ്റ്വർക്ക് ഓഫ് ബസ്, സ്റ്റേറ്റ് ബസ്സുണ്ട്, പ്രൈവറ്റ് കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള ബസ്സുകളുണ്ട്. അങ്ങനെ വാഹന സൗകര്യങ്ങൾ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഉണ്ട്. അതുപോലെ വളരെയധികം ജനപ്പെരുപ്പമുള്ള ഒരു സ്ഥലമാണ്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, കടകളും മോളുകളും ഫാക്ടറികളും ജോലി കിട്ടാനുള്ള സാധ്യതയും പഠിക്കാനുള്ള സാധ്യതയും എല്ലാം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ബോംബെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. സാജനെയും സാജൻ്റെ ഫാമിലിയും പരിചയപ്പെട്ട എങ്ങനെയാണെന്ന് പറയാമോ സാജ്? 2 സെക്കൻഡ്. ഞാനാ പരിചയപ്പെടുന്ന സാജൻ്റെ സാജൻ്റെ സിസ്റ്റർ ഷീവ സ്കൂളിൽ വരുമ്പം ഞങ്ങൾ പാരൻസ് ഈ കുഞ്ഞുങ്ങളെ എടുക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ മോനും സാജൻ്റെ മോൻ സൂരജും സാജൻ്റെ സിസ്റ്റർ ഷീബയും, അപ്പം ഇവരെ എടുക്കാൻ അമ്മമാർ പോകുമ്പോൾ ഞങ്ങൾ 2-3 മലയാളികളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങളവിടെ ബോംബെ ആദ്യമായിട്ട് പോവുക. ഇവനെ ജൂനിയർ KG ചേർക്കുമ്പോഴാണ് ഞങ്ങൾ ബോംബെയിലെത്തുന്നത്, കൊച്ചിയിൽ നിന്ന്. ഇവരൊക്കെ അവിടെ സ്ഥിരതാമസം ആണ്. അന്ന് തൊട്ട് ആ ബന്ധം തുടങ്ങി. പിന്നെ തിരക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒരേ പള്ളിയിലെ അംഗങ്ങളാണ്, ഒരേ കോളനിയിലെ RCF കോളനിയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യവും പിന്നെ ആ പോക്ക് പിന്നെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹം RCFിലെ സീനിയർ അക്കൗണ്ട്സ് ഓഫീസറായിട്ടിരിക്കുന്നു. പിന്നെ സാജനെ പരിചയപ്പെടുന്നു. സാജൻ അന്ന് 6 പഠിക്കുന്നൊരു മോന അന്ന് ഓർക്കുന്നുണ്ട് ഞാൻ സാജനെ ഇപ്പോഴും. പിന്നെ ഞങ്ങൾ സ്ഥിരം സന്ദർശകരാണ്. ഞങ്ങൾ അവരുടെ വീട്ടിൽ അല്ലെ അവർ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞനുസരിച്ച് പിള്ളേർ മുന്നോട്ട് വളർന്നു. 10ാം ക്ലാസ്സിൽ വരെയും അവർ അങ്ങനെ പോകുന്നു. 2 സ്കൂളിലായി വലുതായി കഴിഞ്ഞപ്പോൾ. പക്ഷേ ഒരേ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. പിന്നെ കോളേജ് വിദ്യാഭ്യാസം എല്ലാം. അതിനുശേഷം ന്യൂ ബോംബെയിലേക്ക് വീണ്ടും ഞങ്ങൾ 2 പേരും, സാജൻ്റെ ഫാദറും അവിടെ വീട് മേടിച്ചു. അവർ ഫാമിലിയായിട്ട് വന്നു. ഞങ്ങളും ഒരു ഫ്ലാറ്റ് മേടിച്ചു. അതും വീണ്ടും ഞങ്ങൾ അടുത്തെത്തി. അവിടെയും ഞങ്ങളുടെ ബന്ധം അതേപോലെ തുടർന്നുകൊണ്ടിരുന്നു. അവർ 2 പേരും മരിക്കുന്നിടം വരെ. അതിനുശേഷമാണ് അതിപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ട് ആ ബന്ധം അതേപോലെ തുടരുന്നു. താങ്ക് യു. സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? സാജനെ പറ്റിയോ? സാജൻ്റെ ഫാദറായിരുന്നു. സാജൻ്റെ ഫാദർ വർഗീസ് സാറായിരുന്നു എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്. അതുപോലെ ധാരാളം മലയാളികൾ RCFിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും നല്ല പരിചയവും ഉണ്ടായിരുന്നെങ്കിലും പലരും അതിൽ മരിച്ചുപോയി. എന്നിരുന്നാലും സാജനുമായിട്ടുള്ള ബന്ധം ഇന്നും തുടരുന്നു. അത് വളരെ ഊഷ്മളമായിട്ട് തുടരുന്നു. ഈ നാട്ടിൽ പോയപ്പോൾ തന്നെ, ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ തന്നെ സാജൻ 2 പ്രാവശ്യം ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മുണ്ടത്താനത്ത് എൻ്റെ വൈഫ് ഹൗസിൽ അവിടെ ആയിരുന്നു അന്ന്. 2 പ്രാവശ്യം സാജൻ വന്നു, കണ്ടു, കേട്ടു. സാജനും കുടുംബവും വന്നു. അങ്ങനെ സാജൻ ബോംബെ വന്നാലും സാജൻ ബോംബെയിൽ എപ്പോൾ വന്നാലും ഞങ്ങളെ ഒന്ന് കാണാൻ സൗകര്യപ്പെട്ടാൽ വീട്ടിൽ വരും. സമയമില്ലെങ്കിൽ ടെലിഫോൺ ചെയ്ത് സംസാരിക്കും. അങ്ങനെ ആ ബന്ധം വളരെ
ഊഷ്മളമായിട്ട് അതുപോലെ തുടരുന്നു. സാജൻ്റെ അമ്മ നല്ല ഒരു പാചക വിദഗ്ധയായിരുന്നു. എന്നെ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആതിഥ്യം അവരുടെ സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളൊരു പുതിയ വീടൊക്കെ നോക്കാൻ ശ്രമിക്കുന്ന അവസരത്തിലും പറീസ് സാറിൻ്റെ വളരെ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല കുടുംബബന്ധം പുലർത്തുന്നവരാണ്. താങ്ക് യു സോ മച്ച് സർ. ഹ്യൂസ്റ്റൺ വോയിസിന് സഹകരിച്ചത് താങ്ക് യു. താങ്ക് യു. അതെ, ഇതിനെ എഴുതി